ഏയ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഈ വ്ളോഗിൽ തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം തന്നെ സമയം 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു 8:30 ആകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ അവിടെ പോയിട്ട് ഡെക്കറേഷൻ പരിപാടി, പിന്നെ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതായിരിക്കും ഇന്നത്തെ വ്ളോഗ്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആദ്യം പോയി ഇന്നലെ നടന്ന വ്ളോഗ് കണ്ടിട്ടോ. ആ സമയത്ത് ഞാൻ കോളേജിലെത്തും. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാവേ. അപ്പോൾ നിങ്ങളിപ്പം ഇന്നലെ നടന്ന വ്ളോഗ് കണ്ടിട്ടോ. സ്റ്റാർ വേണം, 150 രൂപ. 150 ഗൈസ്. നമ്മൾ ഇതേപോലത്തെ ഓർണമെൻറ്റ്സ് നോക്കാൻ വേണ്ടിയാണ് 60 രൂപ. 124 ആകെ 450 രൂപ. ഗൈസ്, ഇഷ്ടമുള്ള കുറേ സ്റ്റാർ ഉണ്ട് ഇവിടെ. 100 രൂപ, 90 രൂപ. ഈ സാധനം 20 രൂപ. ഇതിൽ 50 രൂപ, 80 രൂപ. എടുക്കണോ? എടുത്തോ. ഈ ക്രിസ്മസ് ഫാദർ ഇല്ലാത്ത എടുക്കുക. എന്നാൽ നമുക്ക് ആരെങ്കിലും ബർത്ത്ഡേക്കും കൂടെ സെറ്റ് ചെയ്യാം. ബലൂണോടെ ഇല്ലല്ലോ. സീരിയസ് സെറ്റ് നോക്കണേ. നന്നായിരിക്കും ഗൈസ്. ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നു. നല്ലതാ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ നിന്ന് 2 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ഫാദറിൻ്റെ ഒരു കട്ടൗട്ട് പോലത്തെ ഒരു സാധനം. ഗൈസ് അങ്ങനെ നടന്ന് നമ്മൾ കാട്ടകള സ്റ്റാൻഡിലെത്തിക്കുകയാണ് ഗൈസ്. ബൈക്കിലുള്ളവരും എല്ലാവരും ബൈക്കിലുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, അതൊക്കെ കാണാം ഗൈസ്. നമ്മൾ ചൈന ബസാറിൽ വന്നിരിക്കുകയാണ് ഗൈസ്. നെക്സ്റ്റ് സാധനം ഗ്രീറ്റിങ്സ് 20 രൂപ. കൊടുക്കണില്ലല്ലോ ഇല്ല ഗൈസ്. അങ്ങനെ നമ്മളിത് അവിടെ അടുത്ത ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇനി ഇവിടെ നിന്ന് വാങ്ങാം. കുറച്ച് പഞ്ഞി വാങ്ങാൻ വേണ്ടി വന്നതാണ്. പഞ്ഞി വാങ്ങി സെറ്റാണ്. ഇപ്പോൾ ഇവിടെ ഒരു ക്രിസ്മസ് ഫാദർ കാണാൻ പറ്റും. ഇവിടെ ഒരു ക്രിസ്മസ് ഫാദർ. ക്ലാസ്സിൽ എത്തിയപ്പോൾ 6 രൂപ. എല്ലാവരും നേരത്തെ വരുമെന്ന് പറഞ്ഞാണ്. കൂട്ടിയിരിക്കുകയാണ് ഗൈസ്. 9 മണിയാകുമ്പോൾ എല്ലാവരും 8 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. പക്ഷേ ആരും വന്നില്ല. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഉണ്ട്, അത് ചെയ്യണം. ഓക്കെ, ഇവിടെയാണ് നമ്മളെ പുൽക്കൂട് സെറ്റ് ചെയ്യണം. ഇവിടെ ഒരു ബലൂണ് പോലത്തെ ഒരു റൗണ്ട് പോലെ നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ സ്റ്റാറുണ്ട്, കണക്ഷനെല്ലാം അകത്താണ്. പിന്നെ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഗ്ലാസ് പൂട്ടിക്കുകയാണ്. നമ്മൾ ചെറുതായിട്ട് ഇവിടെ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാഗത്ത് ലൈറ്റ് ഉള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീയും വ്ളോഗിൽ എബി ഹായ്. ബൈ ഗൈസ്. പ്രോഡക്റ്റ് റിവ്യൂ പറയൂ പ്ലീസ്. ഇത് 50 രൂപയ്ക്ക് ഞാൻ രാമചന്ദ്രയിൽ നിന്ന് വാങ്ങിയതാണ്. 50 രൂപയ്ക്ക് വേർത്താണ്. നല്ല കാറ്റുണ്ട്. സ്റ്റിക്ക് അവിടെ
ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത് കരോൾ ഗാന മത്സരത്തിന് പോവുകയാണ്. കിട്ടുമെന്ന് ഉറപ്പില്ല, എന്നാലും ബാ സെറ്റ്. ആ എന്റെ ഫ്രണ്ട്സ് പാട്ട് പാടില്ലേ? വാ പ്രിൻസിപ്പൾ ഒക്കെ നിൽക്കുന്നു. പ്രിൻസിപ്പൾ ഇല്ല അവിടെ അടിയാണ് കേരളം നമ്മളടുത്ത് കൂടെ ആളെ ഫസ്റ്റ് ആയിരുന്നു നമ്മളായിരിക്കുമല്ലോ ബി ആൽഫബറ്റിക് ഓർഡർ അല്ലേ. നമ്മളങ്ങനെ കലകളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ക്ലാസ്സിലോട്ട് പോകാൻ പോണ്. വാ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടു കൊടുക്കുകയാണ്. ബാൻഡ്, സൈഡ് ഡ്രം, അതൊക്കെ. ഇപ്പം ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ബാൻഡ് കൊടുക്കാനായിട്ട്. അടിപൊളി സ്റ്റാർ CSC നാട് കാണി വണ്ടിയിലാണ് കേട്ടോ. ദുജോറും കൊണ്ടുപോകാൻ വയ്ക്കാൻ വെച്ചിട്ട് ഇതാവാറ്. കേക്ക് എടുക്കണം. കേക്ക് എടുക്കാൻ വേണ്ടി പൂവച്ചിൽ വരപ്പം. അങ്ങനെ കടയിലെത്തി. അവിടെ നമ്മൾ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൂരിക്കണം കേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമുക്ക് അങ്ങനെ കേക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി കയറി നേരെ കോളേജിലോട്ട് പോകാം. അപ്പോൾ വണ്ടി ഞാൻ മുകളിലോട്ട് ഇത്ര ദേവി ഇറക്കമാണ്, അതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇത്ര കിലോ വരും? 3 കിലോ.
ഗൈസ് അങ്ങനെ ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് ഇത് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് പേര് ഇത് അവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന നമ്മുടെ സെക്കൻഡ് ഇയറിലെ കുറെ പിള്ളേരെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യുന്ന ആളെ കണ്ട പാർട്ടിയില്ല പുഷ്പ. ഫൈനലി നമ്മളെ പഠിച്ച കഴിഞ്ഞിട്ടുണ്ട്. ഏത് ഇന്നില്ല നാളെ എനിക്ക് വയ്യ പനി. ഗൈസ് ഏതോ ഒരു നല്ലവനായ ഉണ്ണിയാണ് ഇതൊക്കെ ബലൂണൊക്കെ കൊണ്ടുവരും അവര് ചവിട്ടി പൊട്ടിച്ചത്. ഏതോ നല്ലവനായ പയ്യനാണ്. ബാക്കിയുള്ളവർ പോയി. ഇനി നമ്മൾ പോകാൻ വേണ്ടി ഇരിക്കുന്നു. സമയമായി. ഞാൻ 4:30 ഞാൻ ഇറങ്ങും. അതെ 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 അത് കഴിക്കും. പോക്കുണ്ടല്ലോ കെട്ടി എനിക്ക് കെട്ടാനല്ലേ അറിയല്ലോ. അഴിക്കറിഞ്ഞൂടല്ലോ. ബിഹൈൻഡ് ദ സീനാണ് നോക്കിക്കൊണ്ടിരിക്കാതെ കഴിക്കൊടു. ബാഗ് ഞാൻ വെച്ചേക്കുക. എല്ലാവരും ഒരു പോസ്റ്റ് തന്നേ. വീട്ടിൽ കഴിവില്ലല്ലോ. എല്ലാവരും നന്നായിട്ട് കഴിവിക്കും. ഓക്കെ ഡൺ. ഗൈസ് അപ്പോൾ നമ്മുടെ കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വ്ലോഗായിരുന്നു നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ഔട്ട്ഡോർ എടുക്കാനായിട്ട് വിട്ടുപോയി. കാരണം എനിക്ക് പനിയും പിടിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഒരു 30-40 സെക്കൻഡിനകത്തുള്ള ഒരു വീഡിയോ സ്റ്റാറ്റസ് ഒക്കെ ഇടാനായിട്ടും സ്റ്റോറി ഇടാനായിട്ടും വേണ്ടിയിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ലാഗായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല ക്ഷീണമായിട്ട് ചെന്നിടന്ന് ഉറങ്ങി കേസ്. അതുകൊണ്ട് ഔട്ട്ഡോർ എടുക്കാനായിട്ട് വിട്ടുപോയി. എന്തായാലും പിറ്റേ ദിവസം നമ്മൾ ഔട്ട്ഡോർ എടുക്കുകയാണ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലം ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.